സദ്ഗുരുവേ ശരണം. ഹലോ എവ്രി വൺ. ടെൻസസ് ഗെയിമിന്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. നമ്മൾ അതിന്റെ ഒരു സീരീസ് തുടങ്ങിക്കഴിഞ്ഞു. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ പാർട്ട് 1 എത്രയും വേഗം പോയി കാണുക. സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാം ആ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ ഇവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു ഗെയിം മെത്തേഡിലാണ് ഇത് നിങ്ങൾക്ക് മുൻപിൽ അത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സും അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ വരുത്താൻ പോകുന്ന മിസ്റ്റേക്സും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഊഹിച്ച് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, ഫസ്റ്റ് വീഡിയോ കണ്ടവരാണെങ്കിൽ ഈ ഗെയിമിന്റെ സ്വഭാവം എന്തായാലും മനസ്സിലാവും. ആൻഡ് ഇൻ ദി സെക്കൻഡ് പാർട്ട് വി ആർ ഗോയിങ് ടു കവർ present continuous. Yes. So welcome to the video. അപ്പോൾ ഇതിലെ കുറച്ച് റൂൾസ് ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതിലെ റൂൾസിൽ സബ്ജക്ട് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ING ഫോം ഓഫ് ദ വേർബ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനുള്ളത്. പിന്നെ ഇവിടെ സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് എന്നുള്ള ഒരു എഗ്രിമെന്റ് ഇംഗ്ലീഷ് ലാംഗ്വേജിലുണ്ട്. സോ ഹിയർ I, you, we, they, these subjects have their own particular verbs to follow in these sentences in present continuous forms, and whereas he, she, it, they have their own verbs to follow. So അത് നമുക്ക് ഇതിന്റെ റൂൾ അനുസരിച്ച് നമ്മളിവിടെ സെന്റൻസുകൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. So let's start the game. So welcome to English Guru's brand new episode. I am Ashalada Srijit. So just like in the previous video, the verb we have chosen here is write. Right. Then let me start. I am Writing. A novel. You are Writing. A novel. we are Writing. A novel. they are Writing. A journal. Yeah. Okay. About I, you, we, they. Bruno and Lassie. Bruno. Bruno and Lassie are Writing. An assignment. But all Bruno and Lassie do is eat and sleep. Eat actually. Let alone write a journal. ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് ആണ് ഐ എങ്കിലും ഐക്ക് എപ്പോഴും ഒരു പ്രത്യേകതയാണ്. അത് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലും കണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസിൽ ഐയുടെ കൂടെ ആം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. he is Writing. A novel. she is Writing. An assignment. it is writing Smoothly. It is writing smoothly. അപ്പം ഇവിടെ ഇറ്റ് എന്ന് വന്നതുകൊണ്ട് നമുക്കത് ഊഹിക്കാം എന്തിനെ കുറിച്ചായിരിക്കും ഇറ്റ്. അത് നല്ല സ്മൂത്ത് ആയിട്ട് എഴുതുന്നുണ്ടെന്ന്. സിമ്പിൾ പ്രസന്റിൽ പറഞ്ഞ റൈറ്റേഴ്സ് പെൻ, ആ റൈറ്റേഴ്സ് പെൻ പോലെ നമ്മൾ പെന്നിനെ പറ്റിയാണ് പറയുന്നത്. അതെ, നല്ല പോലെ നല്ല സ്മൂത്ത് ആയിട്ട് അത് എഴുതുകയാണ്. ഇപ്പൊ നോക്കിക്കോളൂ, ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എഴുതുമ്പോൾ പറയണോ ഇറ്റ്സ് റൈറ്റിംഗ് സ്മൂത്ത്ലി. കണ്ടോ, ഇത് നല്ല സ്മൂത്ത് ആയിട്ട് എഴുതുന്നുണ്ട്. ഇപ്പൊ ആ പ്രോസസ് നടക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. Bruno is Writing. A novel. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ യൂസസ് ഓഫ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഇൻ കോൺവെർസേഷൻ. ഓക്കെ, പറഞ്ഞോളൂ. ഫസ്റ്റ് എന്ന് പറയുന്നത് to express an action that is taking place at the time of speaking or an action in progress. അതെ, അതായത് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആക്ഷൻ ഇൻ പ്രോഗ്രസ്, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങളോട്. സോ അതുകൊണ്ട് ഈ സ്പീക്കിംഗ്. അതുപോലെ വി ആർ വാച്ചിങ് എ വീഡിയോ. നിങ്ങളാണെങ്കിൽ എന്ത് പറയും? നിങ്ങൾ You are watching a video. യു ആർ വാച്ചിങ് എ വീഡിയോ. അപ്പൊ ഇതെല്ലാം പ്രസന്റ് കണ്ടിന്യൂ. ഈ ടൈമിൽ അത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ I am having food. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ എം ഹാവിംഗ്. We are taking a video. You are watching a video. ഹാവിംഗ് ലഞ്ച് എന്ന് പറഞ്ഞാൽ അവിടെ ഈ നമ്മളിപ്പം ഉരുള ഉരുട്ടി ഇങ്ങനെ വായിൽ വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, അതിന് നമ്മൾ ഈറ്റിംഗ് എന്ന് പറയും. ബട്ട് ഇപ്പം നമ്മളിങ്ങനെ ഇരിക്കുന്നു എല്ലാവരുമായിട്ട്. ഇപ്പം നമ്മളിങ്ങനെ കഴിക്കണമെന്ന് നിർബന്ധമില്ല. ബട്ട് നമ്മൾ പ്ലേറ്റ് ഒക്കെ വെച്ച് ഭക്ഷണം എല്ലാം ഇങ്ങനെ വെച്ചിട്ട് വി ആർ ജസ്റ്റ് എൻജോയിങ്, അല്ലെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. സോ ടു ഇൻഡിക്കേറ്റ് ദാറ്റ് എക്സ്പീരിയൻസ് ഓഫ് ഹാവിംഗ് ലഞ്ച്. അണ്ടർസ്റ്റാൻഡ്? അതർവൈസ് വി ക്യാൻ സേ ഐ എം ഈറ്റിംഗ് എന്ന് വെച്ചാൽ ആ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്. അതാണ് ഹാവിങ്ങിനും ഈറ്റിങ്ങിനും തമ്മിലുള്ള വ്യത്യാസം. അതിൻ്റെ ഇടയിൽ നിന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനി പറഞ്ഞോളൂ എന്താണ് അടുത്ത യൂസ് ആണ് യൂസ് ആണ്. to express an action in the near future. അതായത് വളരെ നിയർ ആയിട്ടുള്ള ഫ്യൂച്ചറിൽ നടക്കാൻ നമ്മൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ. അതാണ് ഫ്യൂച്ചർ ടെൻസ് പറയാൻ ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. ഇതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസും അങ്ങനെ ഉപയോഗിക്കും. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സാമ്പിൾ പറഞ്ഞു. നിയർ ഫ്യൂച്ചർ ആയിരിക്കണം. നിയർ ഫ്യൂച്ചർ. അതിനൊരു എക്സാമ്പിൾ, the parliament is meeting tomorrow.
The parliament is meeting tomorrow. അവിടെ tomorrow എന്നുള്ള ഇത് വന്നത് കണ്ടോ, അതായത് കീവേഡ് tomorrow. അതാണ്. അപ്പൊ അത് ആ ടുമോറോ എന്ന് എടുത്ത് പറയുന്നുണ്ട്, അതായത് നിയർ ഫ്യൂച്ചറിൽ പ്ലാൻഡ് ആണ്. അപ്പൊ ടൈമോ ആ ഡേയോ വീക്കോ പറയണം. അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഈസ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് നിയർ ഫ്യൂച്ചറിൽ നടക്കാൻ പ്ലാൻ ചെയ്തു. പിന്നെ ടു എക്സ്പ്രസ് ടെമ്പററി ആക്ഷൻസ്, അതെ, താൽക്കാലികമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാൻ, ആക്ഷൻസ് പറയാൻ. എക്സാമ്പിൾ, ഹി ഈസ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്. അവിടെ കാത്തു നിൽക്കുവാണ്. എന്റെ അടുത്ത് ഒരാൾ പറയുവാണ് അവൻ അവിടെ കാത്തു നിൽക്കുവാണ്. അതെ, അപ്പൊ അവിടെ അതൊരു ഷോർട്ട് ആക്ഷൻ ആണ്, ടെമ്പററി. ഞാൻ വരും വരെ അവിടെ വെയിറ്റ് ചെയ്യുന്നുള്ളൂ. ഇയാളിനി ജീവിതകാലം മുഴുവൻ കാത്തു നിൽക്കാനേ പോകുന്നില്ല. അതെ അതെ, കറക്റ്റ്. ഹി ഈസ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്, അല്ലെ, ഗേറ്റിന്റെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ടു എക്സ്പ്രസ് ഫ്യൂച്ചർ ആക്ഷൻസ് ഓർ അറേഞ്ച്മെന്റ്. ഐ ആം ഗോയിങ് ദർ ദിസ് വീക്കെൻഡ്. എവിടെയെങ്കിലും ഈ വീക്കെൻഡിൽ ഞാൻ പോവാണ്. അപ്പൊ ഐ ആം ഗോയിങ് ടു ഗോ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ പോവാണ്. നമ്മൾ മലയാളത്തിൽ പറയില്ലേ, നീ എവിടെ പോണു, ഞാൻ പോവാണ് എന്ന് പറയില്ല. അതിന്റെ പക്ക ഇംഗ്ലീഷാണ് ഐ എം ഗോയിങ് ടു ഗോ. അപ്പൊ അവിടെ അതിന്റെ അർത്ഥം എന്താണ്, നമ്മളിപ്പോ ഇങ്ങനെ നടന്നു പോവാന്നല്ല, ഞാൻ പോകാൻ ഇപ്പൊ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതിനാണ് പോകാൻ പോവുകയാണ്. നൗ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലുക്ക് ദർ ദ മാൻ ഡാഷ് ഹിസ് സൺ. രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഈസ് ബീറ്റിംഗ് അല്ലെങ്കിൽ ഹാസ് ബീൻ ബീറ്റിംഗ്. ഏതാണ് ആൻസർ? ഈസ് ബീറ്റിംഗ് ഓബ്വിയസ്ലി. കാരണം ഇപ്പൊ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് പഠിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എന്തായാലും നമുക്ക് ഈസ് ബീറ്റിംഗ് ആണ് പറയാൻ നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. ബട്ട് അതിനൊരു റീസൺ ഉണ്ട്. ഇപ്പം ഈസ് ബീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ലുക്ക് ദർ, നോക്കൂ അവിടെ എന്ന് പറഞ്ഞു. അപ്പൊ അതിനർത്ഥം ഇതാ ഇപ്പോ അവിടെ അയാൾ അടിക്കുന്നു എന്നാണ് പറയുന്നത്, അല്ലെ? അടിയിട്ടാണ് അവിടെ ആ ഒരു മൊമെന്റിൽ നോക്കൂ എന്ന് പറയുന്നത് കൊണ്ട് അതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാവുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പക്ഷെ ഹാസ് ബീൻ ബീറ്റിംഗ് എന്ന് നമ്മൾ എന്തുകൊണ്ട് ഇവിടെ പറയുന്നില്ല എന്ന് വെച്ചാൽ, ഹാസ് ബീൻ ബീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറെ നേരമായിട്ട് അടി കൊടുക്കുന്നു എന്നുള്ള അർത്ഥമാണെങ്കിൽ ഹാസ് ബീൻ ബീറ്റിംഗ് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറെയൊക്കെ സെന്റൻസ് വരും, സിൻസോ, സിൻസ് മോർണിംഗ് അല്ലെങ്കിൽ ഫോർ 2 hours ഫോർ 5 minutes അങ്ങനെ എന്ത് വേണമെങ്കിലും അങ്ങനെ ഒരു ടൈം ഡ്യൂറേഷൻ കൂടെ പറഞ്ഞുകൊണ്ട് മുതലെന്നോ അല്ലെങ്കിൽ ഫോറെന്നോ സിൻസ് എന്നോ ഫോറെന്നോ വരികയാണെങ്കിൽ നമുക്ക് ഹാസ് ബീൻ എന്നൊക്കെയുള്ള ഈ ബീറ്റിങ്ങിനെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ അതൊന്നും ഇല്ല. ലുക്ക് ദേർ, ഞാൻ നോക്കി അടിക്കുവാണ്. ഈസ് ബീറ്റിംഗ് അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, they dash for their friends to come up. രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, വെയിറ്റ് അല്ലെങ്കിൽ ആർ വെയിറ്റിംഗ്. ഒബ്വിയസ്ലി. അപ്പൊ എന്നാൽ അവരുടെ ഫ്രണ്ട്സിന് വേണ്ടി അവിടെ കാത്തു നിൽക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അരുൺ ഡാഷ് ടു കൺസ്ട്രക്ട് എ ഹൗസ്. രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്ന് ഈസ് ഗോയിങ്, ഒന്ന് ഗോ. ഈസ് ഗോയിങ്. അപ്പൊ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ജയലക്ഷ്മി? അരുൺ ഈസ് ഗോയിങ് ടു കൺസ്ട്രക്ട് എ ഹൗസ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്? കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞ പ്ലാൻ ആണ്, അല്ലെ? ഫ്യൂച്ചറില്, നിയർ ഫ്യൂച്ചർ. അതാണ് നിയർ ഫ്യൂച്ചറില് അയാളുടെ പ്ലാൻ. വീട് അല്ലാതെ ഇപ്പൊ പോവാണെന്നാണ്, ഇപ്പൊ നടന്നു പോയി വീട് വെക്കാൻ പോണല്ലോ. അപ്പൊ ഉടനെ വീട് വെക്കും. അപ്പൊ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, വീട് വെക്കാൻ പോവുകയാണ്. വേർ ഡു യു കം ഫ്രം എന്ന് ചോദിക്കും. അപ്പോ എന്തായിരിക്കും ആൻസർ? വേർ ഡു യു കം ഫ്രം? ഇന്ത്യ എന്നാണോ, ഏത് രാജ്യത്ത്, അല്ലെങ്കിൽ കേരള? എന്താ പറയാൻ പോണത്? വേർ ഡു യു കം ഫ്രം? I come from India. I come from India. ഇവിടെ I am coming from India എന്ന് പറയരുത്. കാര്യം ഞാൻ ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നില്ല, ഞാൻ ഓൾറെഡി ഇന്ത്യയിൽ ജനിച്ച് ജീവിക്കുന്ന അവിടുത്തെ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്റെ സ്ഥലം, ഞാൻ ജീവിക്കുന്നത് എവിടെയാണെന്ന് അറിയുക എന്നുള്ളതാണ് അവിടുത്തെ ഇന്റൻഷൻ. അപ്പോ അവിടെ ING ചേർത്ത് പറയേണ്ട ആവശ്യമില്ല. അല്ലെ ഇപ്പം എവിടെ പോയിട്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം I am coming from India. ഇപ്പൊ അതായത് നമ്മളിപ്പോ എയർപോർട്ടിൽ വെച്ച് കാണുകയാണെങ്കിൽ പ്ലെയിൻ ഇറങ്ങി നമ്മൾ നടന്നു വരികയാണ്. അപ്പൊ നമുക്ക് പറയാം എന്താണ്, ഇപ്പൊ എവിടെ നിന്ന് വരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ എവിടെ നിന്നാണ് ട്രാവൽ ചെയ്ത് വരുന്നത് എന്നുള്ള അത് കോണ്ടെക്സ്റ്റ് ആണ്. അപ്പൊ I am coming from India എന്ന് പറയും പ്ലെയിനിൽ ഇപ്പൊ വന്നു. അതല്ല ചോദിക്കുന്നത്. ഇപ്പൊ വേർ ഡു യു കം ഫ്രം എന്ന് ചോദിക്കുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ഏത് പ്ലേസ് ആണ്, നിങ്ങളുടെ നേറ്റീവ് പ്ലേസ് എവിടെ നിന്നാണെന്നാണ്. ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന എവിടെ നിന്നോ അല്ല, നിങ്ങളുടെ നേറ്റീവ് പ്ലേസ് എവിടെ നിന്നാണെന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഒരു തമാശ ഉണ്ടായേ. അപ്പൊ ഒരാൾ പറയാണ്, പിന്നെ ഒരു ആൾ ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന്. അപ്പോ അയാൾ ബാത്റൂമിൽ നിന്ന് വരികയായിരുന്നു. അപ്പൊ അയാൾ ക്വസ്റ്റ്യൻ ആയിരുന്നു വേർ ഡു യു കം ഫ്രം. അപ്പൊ പറഞ്ഞു I am coming from the bathroom. അപ്പൊ ചോദിച്ചാൽ അയ്യോ ഞാൻ അതല്ല ചോദിച്ചത്, നിങ്ങൾ എവിടെ നിന്ന് ഏത് രാജ്യത്താണ് വരുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഓ സോറി. അപ്പൊ ഇങ്ങനെ പറയണം. എങ്ങനെയാണ് പറയേണ്ടത്? I come from ന്യൂയോർക്ക് അല്ലെങ്കിൽ I come from ജപ്പാൻ, ഇങ്ങനെയാണ് പറയേണ്ടത്. അപ്പൊ അത് ഒന്ന് നോട്ട് ചെയ്ത് അതിന്റെ ഇടയിൽ കൂടെ അതുകൂടെ പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, he is dash tea now. ഡ്രിങ്ക് അല്ലെങ്കിൽ ഡ്രിങ്കിങ്.
ഡ്രിങ്കിങ്. ഡ്രിങ്ക്. അവിടെ is വന്നുകൊണ്ട് അത് drinking ആണ്. അതെ അതെ അതെ. അടുത്തത് they dash watching a movie are watching they are watching അല്ലെ? അവിടെ വാച്ചിങ് തന്നിട്ടുണ്ട്, പിന്നെ ഏത് വേണമെന്നാണ് question വരാം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചത്. അതെ, ആറാണ് ഇവിടെ വേണ്ടത്. I am dash a book reading. ഓപ്ഷൻ പോലും ഉണ്ട്, അതറിയാം. I'm writing a book. I am writing a book. Reading a book, okay. They are dash for picnic tomorrow. Planning. Going. Leaving. എന്ത് വേണമെങ്കിലും പറയാം, പ്ലാനിങ് പറയാം. ഓപ്ഷനിൽ എന്താണോ ഉള്ളത് ing ഫോം ചെയ്താണോ വരുന്നത് അത്. ഇതിൽ എന്താണ് ഓപ്ഷൻസ്? ഇതിലുള്ളത് ലീവിങ് എന്നാണ്. They are leaving for a picnic tomorrow. They are going for a picnic tomorrow. They are planning for a picnic tomorrow. അപ്പൊ ഇവിടെ നമ്മൾ റൈറ്റ് എന്ന് പറഞ്ഞ ഒരു വേർബ് എടുത്ത് ഇതെല്ലാം ചെയ്തതിന്റെ കാരണം ആ ഒരു വേർബ് ഏതെല്ലാം ഫോംസിലേക്ക് മാറുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാനാണ്. അപ്പൊ ഇതേപോലെ ഓരോ വേർബ്സിന്റെയും പല പല ഫോംസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി കാണും എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് പുട്ട് യുവർ വാല്യുബിൾ കമന്റ്സ്. പിന്നെ ഇനേബിൾ ദി ബെൽ ഐക്കൺ to get the notifications instantly. See you in the next video. Until then, you take care. Sadguru Eshan.